ഉറക്കിൽ അങ്ങനെ ഒരു മരണം സംഭവിക്കുകയാണെങ്കിൽ പോലും ഈമാനുള്ള ഒരവസ്ഥയിൽ മരിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഉറക്കത്തിൽ പിശാചുക്കളുടെ ശല്യങ്ങളുണ്ടാകും. ദുസ്വപ്നങ്ങൾ കാണിച്ചുകൊണ്ടും മറ്റുമൊക്കെ പൈശാചികമായ ഉപദ്രവങ്ങൾ ഒരുപക്ഷെ ഉറക്കത്തിൽ സംഭവിച്ചേക്കാം. മറ്റു പ്രയാസങ്ങളോ മറ്റു ജീവികളുടെ ഉപദ്രവങ്ങളോ എല്ലാം ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ ഉറങ്ങുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഉറങ്ങാൻ കിടക്കുമ്പോൾ ചില പ്രത്യേക സൂറത്തുകളും ആയത്തുകളും പാരായണം ചെയ്യുക എന്നുള്ളത്. അത് നമുക്ക് ഇഹത്തിലും പരത്തിലും ഒരുപാട് ഖൈറുകൾ നൽകുന്നതാണ്. മാത്രമല്ല മനസ്സമാധാനത്തോടുകൂടി ശാന്തിയോടുകൂടി ഉറങ്ങുവാനും പൈശാചികമായ ഷർറുകളിൽ നിന്ന് രക്ഷപ്പെടാനും ഈമാനികമായി തന്നെ നമുക്ക് ഉറങ്ങാൻ അഥവാ മരണം സംഭവിക്കുകയാണെങ്കിൽ പോലും ഈമാനോടുകൂടി മരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ചില സൂറത്തുകൾ അത് രാത്രിയിൽ പാരായണം ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ കിടന്നുറങ്ങേണ്ടത്. അതിൽ ചില സൂറത്തുകളും ചില ആയത്തുകളും പരിചയപ്പെടുത്തുകയാണ്. അതിൽ ഒന്നാണ് സൂറത്തുൽ മുൽക്ക്, സൂറത്തു അൽ മുൽക്ക്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന സൂറത്തൻ മിനൽ ഖുർആനി 30 ആയത്തൻ ശഫഅത് ലിറജുലിൻ ഹത്താ ഗുഫിറ ലഹു. സൂറത്തുൽ മുൽക്കിന്റെ ഒരു പ്രത്യേകതയാണ്, പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, 30 ആയത്തുകളാണ് അതിൽ ഉള്ളത്. ആ അധ്യായം ഖിയാമത്ത് നാളിൽ ഒരു വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പൊറുക്കുന്നത് വരെ ആ വ്യക്തിക്ക് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ പറയുമെന്നാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, വഹിയ തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ മുൽക്കാണ്. അപ്പോൾ ഖിയാമത്ത് നാളിൽ നമ്മുടെ പാപങ്ങൾ നമുക്ക് പുറത്തു കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ പറയുന്ന പരിശുദ്ധ ഖുർആനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് സൂറത്തുൽ മുൽക്ക്. ഇത് എല്ലാ രാത്രിയിലും ഉറങ്ങുന്നതിന് മുമ്പ് പാരായണം ചെയ്യൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. ഇമാം നസായി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സുനനുൽ കുബ്രയിൽ ഉദ്ധരിക്കുന്നു, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻ അദ്ദേഹം പറയുകയാണ്, മൻ ഖറഅ തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് കുല്ല ലൈലത്തിൻ, ആരാണോ സൂറത്തുൽ മുൽക്ക് എല്ലാ രാത്രിയിലും പാരായണം ചെയ്യുന്നത്, ശരിക്കും ശ്രദ്ധിക്കുക, എല്ലാ രാത്രിയിലും, മനഅഹുല്ലാഹു ബിഹാ മിൻ അദാബിൽ ഖബർ, ഖബറിലെ ശിക്ഷയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയെ തടയുന്നതാണ്, രക്ഷപ്പെടുത്തുന്നതാണ്. വകുന്നാ ഫി ആഹിദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നുസമ്മീഹാ അൽ മാനിഅ, അള്ളാഹുവിന്റെ റസൂൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഈ അധ്യായത്തിന് ഞങ്ങൾ അൽ മാനിഅ അഥവാ ഖബറിൽ നിന്ന് രക്ഷ നൽകുന്ന അധ്യായം എന്ന് ഞങ്ങൾ വിളിപ്പേര് നൽകാറുണ്ട്. അപ്പോൾ ഖബറിലെ ശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷ നൽകുന്നതാണ് സൂറത്തുൽ മുൽക്കിന്റെ എല്ലാ രാത്രിയിലുമുള്ള പാരായണം. കാരണം സത്യവിശ്വാസവും പരലോകവും സ്വർഗനരകങ്ങളും അങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ബൃഹത്തായ ഒരു അധ്യായമാണ് സൂറത്തുൽ മുൽക്ക്. അതിന്റെ അർത്ഥവും ആശയവുമെല്ലാം മനസ്സിലാക്കി